പച്ചപ്പവിഴ വർണ്ണക്കുട നിവരുമാവണിത്തിരുവിഴ എന്തുടാ ക്ലാസ് ചന്തയോ? എല്ലാരും ബാഗ് എടുത്ത് ഡെസ്കിന്റെ മേളിൽ വെക്കടാ. കണപ്പാ എഴുന്നേക്ക്. വരത്തെ എഴുന്നേക്ക്. എന്തുകൂടാ അത്? അത് ഗോൾഡ് വിഷ് അനന്തുവിന് കൊടുക്കാൻ കൊണ്ടുവന്നേ. നീയൊക്കെ സ്കൂളിൽ വരുന്നത് പഠിക്കാനോ മീൻ കച്ചവടത്തിനോ? ഇങ്ങോട്ട് മാറിക്ക. എഴുന്നേക്കടാ. ആ ബാഗ് ഇറ. സാറേ ഇത് പ്ലാസ്റ്റിക് പാമ്പാ. ആ എനിക്കും തോന്നി. നീയേ ഇറങ്ങി വാ. നീയൊക്കെ പഠിക്കാൻ വരുന്നോ സ്കൂളിൽ? ചെയ്യോ? കൊണ്ടുവരുമോ? കൊണ്ടുവരണോ? പേര് കൊണ്ടുവരുമോ? അവിടെ പോയി അമ്മാരോടെ മൂല പേടിക്ക. നിനക്കുള്ള ഞാൻ തരാം. നീ കഴിഞ്ഞിട്ട് സാറാ അടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞിട്ടാ പഠിക്കുമ്പോ സാറിന്റെ വടി കയറി പിടിക്കണോ? നാളത്തെ പേരൻസ് മീറ്റിംഗ് എല്ലാരും പേരൻസിനെ വിളിച്ചോണ്ട് വരണം. പ്രത്യേകിച്ച് നിങ്ങള്. നാളെ പേരൻസിനെ വിളിച്ചോണ്ട് വരാത്തവന്മാര് ക്ലാസ്സിൽ കയറണ്ട. ആ പിന്നെ അമ്മമാര് വേണ്ട, അച്ഛന്മാരെ വിളിച്ചോണ്ട് വന്നാൽ മതി നാളെ. അച്ഛ അമ്മ, നാളെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. വീട്ടിൽ നാളെ വിളിച്ചോണ്ട് വരണമെന്നാ സാറ് പറഞ്ഞ്. നീ അച്ഛൻ്റെ അടുത്ത് പറ, അച്ഛൻ വരും. അല്ലമ്മ, അമ്മ വന്നാ മതി. നീ എന്തോ തരികിട ഒപ്പിച്ചിട്ടുണ്ടല്ലേ? ഇല്ലമ്മ, ഇല്ല. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. സാറ് ചോദിച്ചാ അച്ഛന് പനിയാന്ന് പറഞ്ഞാ മതി. നീ എന്തുവാടാ സ്കൂളിൽ കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛാ. പിന്നെ എന്തിനാടാ എന്നെ സ്കൂളിലോട്ട് വിളിച്ചേക്കുന്നേ? PTA മീറ്റിംഗ് അച്ഛാ, അതുകൊണ്ട് അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതാ. അതായിരുന്നോ കാര്യം? ഞാൻ വിചാരിച്ചു നീ എന്ത് വെകിളിത്തരം കാണിച്ചിട്ട് എന്നെ സ്കൂളിലോട്ട് വിളിച്ചേക്കുന്നതെന്ന്. ഇല്ലച്ചാ. എനിക്കറിയാം, കള്ളം പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കണ്ടുപിടിക്കും. ഞാൻ വരാടാ, നീ പേടിക്കണ്ട. അച്ഛ, ഇന്ന് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അത് അനന്തുവിന് ഗോൾഡ് വിഷന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ അക്കവർത്തിൽ നിന്ന് ഒരു ഗോൾഡ് വിഷനെ പിടിച്ചോണ്ട് കൊടുത്ത്. അത് സ്കൂളിൽ വെച്ച് സാറ് പൊക്കി. എനിക്ക് നല്ലതുപോലെ കിട്ടി. അടിച്ചോ? ആദ്യം അടിച്ചപ്പോൾ ഞാൻ കമ്പി കയറി പിടിച്ച്. എന്നിട്ട് കമ്പി പിടിച്ചെന്ന് പറഞ്ഞ സാറ് പിന്നെ എന്നെ എടുത്തിട്ട് അടിച്ച്. നാളെ പേരൻസ് മീറ്റിംഗ് ഉണ്ട്, അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേക്കോ സാറ്. വരാൻ നോക്കാം. അതിന്റെ ഇടയിൽ കൂടെ നീ പൊക്കോ. നിങ്ങളുടെയൊക്കെ അച്ഛൻ വരുമല്ലേ? എൻ്റെ അമ്മയാ വരുന്നത്. അനന്തേ, നിന്റെ അച്ഛയല്ലേ അത്? വിജയങ്ങളൊക്കെ ഉണ്ടാക്കി. നിങ്ങളെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇന്നലെ ഈ സ്കൂളിൽ 2 കാര്യങ്ങൾ നടന്നു. രണ്ടും ഈ സ്കൂളിന്റെ അച്ചടക്ക നടപടികൾക്കെതിരായ കാര്യങ്ങളാണ്. ഇന്നലെ കുട്ടികളുടെ ബാഗ് ചെക്ക് ചെയ്തു. ഭരത്തിന്റെ ബാഗിൽ നിന്ന് കിട്ടിയത് ഇതാണ്. ഞാൻ ചോദിച്ചപ്പോൾ അനന്തുവിന് കൊടുക്കാൻ കൊണ്ടുവന്നാ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഞാൻ ഇന്നലെ അവനെ അടിക്കാൻ പിടിച്ചപ്പോൾ അവൻ എന്നെ വടി കയറി പിടിച്ചു. ഇങ്ങനാണോ ഭരത്തിന്റെ അച്ഛ പിള്ളേരെ വളർത്തുന്നത്?
പിന്നെ വാസ്കോ. എൻ്റെ മകനോ? എൻ്റെ മകൻ അങ്ങനെ പ്രശ്നത്തിനൊന്നും പോകത്തില്ല. എന്താണ് എന്താണ് അവൻ ചെയ്തത്? അവൻ ചെയ്തത് ഇതാണ് ഇവിടെ സംഭവിച്ചത്. സ്കൂളിൽ പഠിക്കാൻ വരുന്നത് പിന്നെ എന്തിനാണ് ഈ പ്ലാസ്റ്റിക് പാമ്പുമായിട്ട് ക്ലാസ്സിൽ വരുന്നത്? സാറേ ഇതുപോലുള്ള നിസ്സാര കാര്യത്തിനാണോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നിസ്സാര കാര്യമോ? ഇവനൊക്കെ ഇവിടെ പഠിക്കാൻ വരുമോ പ്രേമിക്കാൻ വരുമോ? അവന്റെയൊക്കെ പ്രേമം, ഒരു പ്രേമത്തിന്റെ പേരും പറഞ്ഞ് ഇവന്മാർ ഇന്നലെ എന്തൊക്കെ കാണിച്ചു വിട്ടെന്ന് അറിയാമോ? വരത്ത് 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 വരത്ത്. നീ പോയി അവൾക്ക് ഇഷ്ടമെന്ന് പറ, അവൾക്ക് നിന്റെ ഒരു നോട്ടമുണ്ട്. എക്സ്ക്യൂസ് മീ, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. എനിക്ക് താല്പര്യമില്ല. അതെന്തായാലും നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്ത? സാറേ, ഈ ഒരു പ്രാവശ്യത്തേക്ക് പിള്ളേരോടൊന്ന് ക്ഷമിക്ക്. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ചോദ്യം പറച്ചിലൊന്നും കാണത്തില്ല, അപ്പൊ തന്നെ ടീച്ചർ തന്നു. അച്ഛാ, എന്താ അച്ഛാ? അച്ഛൻ എന്നോട് ദേഷ്യമാണോ? ഷേ, എനിക്ക് നിന്നോട് എന്തിനാ ദേഷ്യം? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. മോൻ കുട്ടിയല്ലേടാ. പക്ഷെ കുട്ടിയാണെന്ന് പറഞ്ഞ് മേലെ ആ പ്ലാസ്റ്റിക് സാമാനം കൊണ്ട് സ്കൂളിൽ പോയാ കേട്ടോ, വിടുവാ. വല്ലവന്റെ കയ്യിൽ നിന്ന് മീനൊക്കെ മാച്ചോണ്ട് വരാനുള്ള നിന്നെ സ്കൂളിൽ വിടുന്നത്? സ്കൂളിൽ പോയാൽ പഠിക്കണം. പഠിത്തം പഠിത്തം പഠിത്തം. അച്ഛൻ ഞാൻ +1 പരീക്ഷ കഴിഞ്ഞ ഒന്ന് സമയം ഓർമ്മയുണ്ടോ? വെക്കേഷൻ സമയത്ത് ഞാൻ ഒരു ദിവസം പോലും വീട്ടിൽ ഇരുന്നിട്ടില്ല. രാവിലെ തുടങ്ങും മ്യൂസിക് ക്ലാസ്, ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ്, വൈകിട്ട് കരാട്ടെ ക്ലാസ്, പിന്നെ രാത്രി നൈറ്റ് ക്ലാസ്. പഠിച്ചുകൊണ്ടേ ഇരിക്കണോ? ഇത്രയും പഠിക്കാൻ പറയുന്ന അച്ഛൻ അറിയാമോ എനിക്ക് ആരാവാൻ ആഗ്രഹം എന്ന്? മോനെ, അത് അച്ഛൻ അറിയത്തില്ല. അച്ഛൻ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അമ്മ വന്നാൽ മതിയായിരുന്നു. സോറി അച്ഛ, അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞതാ. എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും കുഴപ്പമില്ലടാ, നീ വാ. എടാ, നിനക്ക് ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടെന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? എടാ പിന്നെ എടാ, സാറ് പറഞ്ഞ ആ തല്ലുണ്ടായത് അവളുടെ കൈ കയറി പിടിച്ചോണ്ടാന്ന്. നീ തല്ലിയല്ലേ? ഒരടി കൊടുത്തു. നീ ഒരടിയോ? അതിന് വഴി ഇല്ലല്ലേ? എടി Yeah!